വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ വ്ലോഗാണ്. ഫൈനലി കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു അല്ലേ? ഞാൻ എന്നെ തന്നെ പറ്റിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ പറഞ്ഞുകൊണ്ടിരുന്നു ഇന്ന് നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യും, ഇന്ന് നമ്മൾ തീർക്കും, ഇന്ന് നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യും. ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പറഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. എവിടെയാ ഈ സമയം പോയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. സാറ്റർഡേ ഇതിങ്ങനെയെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ ഇന്നാണ് നമുക്ക് ആ സുദിനം വന്നിരിക്കുന്നത്. ഇന്ന് എനിക്ക് ഫൈനലി കംപ്ലീറ്റ് ചെയ്തേ ആവുള്ളൂ. കാരണം പിന്നെ എനിക്ക് സമയമില്ല. നെക്സ്റ്റ് വീക്കെൻഡ് ഇനി ക്രിസ്മസ് ആയി, അപ്പൊ സമയമില്ല. അപ്പൊ നമുക്ക് ഇന്ന് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഓർത്തൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോക്കസ് അങ്ങോട്ട് മാറും. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെയാണ് തുടങ്ങിയത്, അവസാനം ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർത്തത് ഒരു ക്രിസ്മസ് ഡെക്കോർ വ്ലോഗ്, ഒരു അതിന് വേണ്ടിയിട്ടുള്ള വ്ലോഗ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും നടക്കും, ക്രിസ്മസ് ട്രീയും റെഡിയാവും, എല്ലാം സെറ്റ് ആവും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ എല്ലാ സാധനങ്ങളും ഒരു കിറ്റിലാക്കിയിട്ട്, അതായത് ഇപ്രാവശ്യം മേടിച്ചതും കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു കിറ്റിലാക്കിയിട്ട് ദേ അവിടെ ആ മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാം. അതായത് ഈ ഡെക്കോർ ചെയ്യാനുള്ള, അതായത് വീട് ഡെക്കപ്പ് ചെയ്യാനുള്ള ഓരോ സാധനങ്ങള് എവിടെയാ വെക്കേണ്ടതെന്നുള്ള സ്പോട്ട് കണ്ടുപിടിക്കാം. അതല്ലാണ്ട് നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യണം. അപ്പൊ എന്നോട് റീമ പറഞ്ഞു ആദ്യം ലൈറ്റ് ഇട്ടിട്ടാണ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഞാൻ ഇത്ര നാൾ എന്റെ വീട്ടിലും ചെയ്തുകൊണ്ടിരുന്നത് ക്രിസ്മസ് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടാണ്, ട്രീ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ എപ്പോഴും ട്രീ ഓർണമെന്റ്സ് ഇട്ടിട്ടാണ് ഞങ്ങൾ എപ്പോഴും ലൈറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്രാവശ്യം ഞാൻ അവള് പറഞ്ഞ പോലെ ലൈറ്റ് ആദ്യം ചുറ്റിയിട്ട് ട്രീ ഓർണമെന്റ്സ് ഇടാൻ തുടങ്ങാം. അപ്പോൾ ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ദിസ് ബിക്കോസ് ദിസ് മൈ ഫസ്റ്റ് ടൈം ഡെക്കറേറ്റിംഗ് എ ക്രിസ്മസ് ട്രീ ബൈ മൈസെൽഫ്, നമ്മുടെ സ്വന്തം വീട്ടിൽ വെക്കാൻ. അപ്പോ നമുക്ക് തുടങ്ങാല്ലേ? കം ഓൺ. ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ ഐറ്റംസ്. കുറെ സാധനങ്ങളുണ്ട് അവിടെ ഇവിടെ എടുത്ത് വെക്കാൻ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് തുടങ്ങാം. ആദ്യം ട്രീ ഡെക്കറേറ്റ് ചെയ്താലോ? എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു മൂഡ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ. സോ ആദ്യം അവിടെ നിന്നാണ് തുടങ്ങാം. അപ്പോ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ ദ ക്ലാസിക് റെഡ് ആൻഡ് ഗോൾഡ് ആണ് ക്രിസ്മസ് ട്രീന് വേണ്ടിയിട്ട്. സോ ഞാൻ ഇവിടെ ഒരു ബഞ്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ, നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങള്. ഞാനിവിടെ 10 മീറ്റേഴ്സിന്റെ 2 LED ലൈറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് റൈസ് ലൈറ്റ്സ് ആണ് കേട്ടോ. കാരണം എനിക്കിങ്ങനെ ഭയങ്കര ഓൺ യുവർ ഫേസ് ലൈറ്റ്സ്, മൾട്ടി കളർ ലൈറ്റ്സ് ഒന്നും വേണ്ടിയിരുന്നില്ല. പക്ഷെ ഇത് വെച്ച് ഞാൻ ട്രൈ ചെയ്യാൻ മേടിച്ചതാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പോയിട്ട് വേറെ മേടിക്കും. മറ്റേ ബ്ലിങ്കിങ് ലൈറ്റ്സ്, ഇത് ബ്ലിങ്ക് ചെയ്യില്ല, ജസ്റ്റ് റൈസ് ലൈറ്റ്സ് ആണ് നോർമൽ. അപ്പൊ നമുക്ക് ഇതാദ്യം ചുറ്റി വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോൾസ് ഹാങ് ചെയ്യാം. ഇത് ഇച്ചിരി മെനക്കെട്ട പണിയാണ്, കാരണം എനിക്കിത് വലിയ ശീലമില്ലാത്തത് കൊണ്ട് താഴേന്ന് തുടങ്ങണം അല്ലെ? അതും ഇവിടെ നിന്ന് തുടങ്ങണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ സമയം എടുത്ത് സൗകര്യത്തിന് ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് വൈഷു ഓഫീസിൽ പോയതിന് ശേഷം ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഹാങ്ങിങ്സ് ഒക്കെ ഇട്ടിട്ട്, അതായത് ട്രീ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. എന്നല്ലേ അതിന്റെ ഫുൾ ഭംഗി അറിയുള്ളൂ. എൻ്റെ ലാസ്റ്റ് വ്ളോഗ് കണ്ടവർക്ക് അറിയാം, ഞാനും വൈഷുവും കൂടി കഴിഞ്ഞ വ്ളോഗിൽ ക്രിസ്മസ് ട്രീ താഴേക്ക് ഇറക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. നല്ല മെനക്കെട്ട പരിപാടിയാണ്. ഇത്രയും തൂക്കിയിട്ട് ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. ഇത് വേറെ ടൈപ്പാണ്, ഇച്ചിരി വലുതാ ഇത്. അതിനിടയിൽ എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 1-2 സെറ്റ് മേടിച്ചതിൽ ഇങ്ങനെ ഉണ്ടായുള്ളൂ. ഈ ബോള് മാത്രമേ ഉള്ളൂ. ആൻഡ് അതില് സ്ട്രിങ് ഇങ്ങനെ സെപ്പറേറ്റ് തരും. ഇത് ഞാൻ മുഴുവനും ഇരുന്ന് കെട്ടണം. ഇത്രയും ഞാൻ മേടിച്ചിരുന്നു ഈ സെറ്റ്. ഞാൻ ഇത് നോക്കിയില്ല, ഇല്ലെങ്കിൽ ഞാൻ മേടിക്കില്ലായിരുന്നു ഇത് അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ ഞാൻ ദേ ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക. ഓൾറെഡി നല്ല മെനക്കെട്ട പണിയാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ടാസ്കും കൂടി കിട്ടിയാലേ ആരാണ് നോക്കിയാൽ നമ്മളെ മറ്റേ ഹാങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണേ? എന്താണ് ട്രീനൊരു ആട്ടം? മീറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞ് വൈഷ വന്നപ്പോഴത്തേക്കും കാണുന്നത് ഞാൻ ഈ ട്രീനെ ഒരുക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ പുള്ളിയും കൂടി എൻ്റെ കൂടെ. ട്രീ പകുതി ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഇവിടെ ഒന്നും തീരില്ല, കുറേ ഡെക്കറേഷൻസ് ഇനി ആവശ്യമുണ്ടെന്ന്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് പോയി പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ചുകൂടി സാധനങ്ങൾ. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ചുകൂടി സാധനങ്ങൾ എടുത്തിട്ട് വന്നു കേട്ടോ. കുറച്ച് ബോബിൾസും കാര്യങ്ങളൊക്കെ, പിന്നെ ഈ പൈൻ കോൺസും കൂടി മേടിച്ചു കുറച്ചുകൂടി വെച്ചു കൊടുക്കാൻ. അങ്ങനെ ട്രീൻ്റെ ഡെക്കറേഷൻസ് ഇവിടെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി ചെയ്യാനുണ്ട് കേട്ടോ. ട്രീൻ്റെ സംഭവം കഴിഞ്ഞു. ഇനി ഇവിടെയൊക്കെ നമുക്ക്
സംഭവങ്ങളൊക്കെ മാറ്റണം. ഇതൊക്കെ മാറ്റിയിട്ട് കുറെ സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. ഇവിടുത്തെ ഒക്കെ സാധനങ്ങൾ മാറ്റാനുണ്ട്. അപ്പൊ ആ പരിപാടികളിലേക്കാണ് നമ്മൾ നെക്സ്റ്റ്. നമുക്ക് ആദ്യം ഈ സ്ഥലം ഒന്ന് തുടച്ച് വൃത്തിയാക്കാട്ടോ. നല്ല പൊടിയുണ്ട് ഇവിടെ. എന്താ അറിയില്ലേ, അടുത്ത വർക്ക് നടക്കുന്ന കാരണം നല്ല പൊടിയാവുന്നുണ്ട്. എത്ര തുടച്ചാലും പൊടി പോണില്ല. ഈ പെയിന്റിങ് നമുക്ക് ഇവിടെ തന്നെ വെക്കാം കേട്ടോ. ബിക്കോസ് ഇതിനൊരു ഈ പെയിന്റിങ് നമ്മൾ ഹിമാചലിൽ പോയപ്പോഴത്തേക്കും മേടിച്ചതാണ്. ഇത് അവിടെ പെയിന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് നമ്മൾ അപ്പൊ തന്നെ കണ്ട് മേടിച്ചതാണ്. നല്ല ഭംഗിയല്ലേ, നല്ലൊരു ക്രിസ്മസ് വൈബ് തരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു പെയിന്റിങ്. അപ്പൊ നമുക്ക് ഇതിനെ ഇവിടെ തന്നെ വെക്കാം. ഞാൻ ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേറ്റിവിറ്റി സീൻ പോലെയാണ്. എനിക്ക് പ്രോപ്പർ നേറ്റിവിറ്റി സീൻ ഇല്ല, പക്ഷെ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ആൻഡ് അതെല്ലാം കൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സെറ്റ് ആവുന്നുണ്ട്. സോ അത് ഇവിടെ വെക്കാന്നാണ് വിചാരിക്കണേ. ഇവിടെ പിന്നെ ഞാൻ ഒരു ചാർക്യൂട്ടറി ബോർഡ്, ഷാർക്യൂട്ടറി എന്നാണോ പറയാ, ചാർക്യൂട്ടറി, അതായത് ചീസ് ബോർഡ് പോലെ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ മുകളിൽ നമുക്ക് ഈ ഡെക്കറേറ്റീവ് പീസസും ക്യാൻഡിലും ക്യാൻഡിൽ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇവിടെ വെക്കാം. സോ അതാണ് പ്ലാൻ. അപ്പോ സ്റ്റാർട്ടിങ് വിത്ത് നമ്മളുടെ മെയിൻ എല്ലാം ഇവിടെ താഴെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പിന്നെ ഒരു മെരി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്നോ ഗ്ലോബും വെക്കാം. പിന്നെ നമുക്ക് വെക്കാനുള്ള ഇവിടെ ഒരു ഏഞ്ചലാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഹാങ്ങിങ് ഓർണമെന്റ് ആണ് കേട്ടോ. പക്ഷെ ഇത് സെറാമിക് ആയതുകൊണ്ട് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടുമെന്ന് എനിക്കൊരു പേടി. നിലത്ത് വീണ എന്റെ കയ്യിൽ നിന്നുള്ള ബോബിൾസ് മുഴുവൻ താഴെ വീഴുകയാണ്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലേ. അപ്പൊ നമുക്ക് ഇത് ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ പോലെ ഇവിടെ വയ്ക്കാം. യെസ്. സോ ഇതാണ് നമ്മളുടെ ആ ഒരു സെറ്റ്. അതും റെയിൻഡിയേഴ്സിന്റെ ഷേപ്പിലാണ് കേട്ടോ, ഒരു പ്ലാന്റേഴ്സ്. അപ്പൊ അതാ തീമെല്ലാം കൂടി നമ്മൾ അനുസരിച്ച് പോയിക്കോളും. പിന്നെ നമുക്ക് ഈ ഒരു ചാർക്യൂട്ടറി ഒരു ചീസ് ബോർഡ്, എനിക്ക് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് അറിയില്ല, പക്ഷെ ഈ ഒരു ചീസ് ബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇപ്പൊ ഇവിടെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ക്യാൻഡിൽ ഹോൾഡേഴ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാന്നാണ് ഞാൻ പ്ലാൻ. സോ അതിന്റെ മുകളില് ക്രിസ്മസ് ട്രീ, സ്റ്റാർ, വേറൊരു സ്നോ ഗ്ലോബ് എടുക്കാം. ഞാൻ 2 ക്രിസ്മസ് ക്യാൻഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. രസമുണ്ട് അല്ലേ? ഞാൻ ഇത് 100% ഇങ്ങനെ വെക്കണം എന്ന് ഓർത്തിട്ട് വെക്കുമെന്നല്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇത് മാറ്റി മറിച്ചൊക്കെ ചെയ്യും ഒരു മൂഡ് അനുസരിച്ച്. ഇപ്പൊ എനിക്ക് തോന്നുകയാണ് ഓക്കെ ഇത് ചേരണില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇത് മാറ്റി മറിക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതാണ് എന്റെ സെറ്റ്. ഓരോ ക്യാൻഡിൽസും കൂടി വെച്ച് കൊടുക്കാം. അപ്പൊ ഇതാണ് ഈ ഒരു കോർണർ സെറ്റായി. ഞാനും എനിക്കും കൂടി ഒന്ന് ഡെക്കോപ്പാജ് ചെയ്ത് തന്നത്. ഈ മഗ്ഗും പിന്നെ ആ ട്രീയും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഐഷു എനിക്ക് നെതർലൻഡ്സിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് കേട്ടോ. ഐഷു വന്നപ്പോഴത്തേക്കും ഈ സ്നോ ഗ്ലോബ് ഞാനിവിടെ അടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാനും റീമയും കൂടെ പോയിട്ട് മേടിച്ചതാണ്. പിന്നെ നമ്മൾ കോമേഴ്സ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് മേടിച്ച കുറേ സെറാമിക് ഐറ്റംസും വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നി കുറച്ച് ഹാങ്ങിങ്സ് നന്നാവുന്ന, അങ്ങനെ സ്നോ ഫ്ലേക്ക് ആൻഡ് റെയിൻഡിയർ ഹാങ്ങിങ്സും കൂടി ചെയ്ത് വെച്ചു കേട്ടോ.
അന്ന് കഴിഞ്ഞ ഷോപ്പിംഗ് വീഡിയോയിൽ മേടിച്ചുകൊണ്ട് വന്ന കുറച്ച് സെറാമിക് ഐറ്റംസ് ഉണ്ടായിരുന്നില്ലേ, സോ അതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. ഇവിടെ ആ ടീ പോട്ട് വെച്ചു, പിന്നെ നമ്മളുടെ മിൽക്ക് ജഗ് ഇവിടെ വെച്ചു, കുക്കി ജാർ ഇവിടെ വെച്ചു. ഇത് 5 വെച്ച് എനിക്ക് കൊണ്ടുതന്ന ഗിഫ്റ്റാണ് കേട്ടോ കഴിഞ്ഞ ക്രിസ്മസിന്. പിന്നെ ദേ നമ്മളുടെ ഗുഡ് ലക്ക് ക്യാറ്റിനെ ഇവിടെ വെച്ചു. സോ ഇപ്പൊ ഒരു റെഡ് ക്രിസ്മസ് തീം ആയിട്ടുണ്ട് ഇവിടെ ഫുൾ. ഞാനിങ്ങനെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മളുടെ ഡിയർ ഫ്രണ്ട് എലിസബത്ത് AKA എൽസു വന്നിരുന്നു കേട്ടോ. നമ്മൾക്ക് കുറച്ച് ക്രിസ്മസ് കപ്പ് കേക്ക്സ് കൊണ്ടു തരാൻ. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെയായിരുന്നു. ഏർലി ക്രിസ്മസ് സ്വീറ്റ്സ് ആയിട്ട് വന്നതാണ് നമ്മുടെ എൽസു. നല്ല ഭംഗിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. എനിക്ക് ബട്ടർ ക്രീം ഭയങ്കര ഇഷ്ടമാണ്, പ്ലസ് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്. ഇത് വെരി പ്രിട്ടി. താങ്ക്സ് എൽസു. പിന്നെ കുറച്ചു നേരം കൂടി വർത്താനം പറഞ്ഞിരുന്നു എൽസു ഇറങ്ങിയിട്ടോ. ബിക്കോസ് ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ വീട്ടിലും കപ്പ് കേക്ക് കൊടുക്കാൻ പോകാനുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. ഒരു സെക്ഷനും കൂടി ക്രിസ്മസ് ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ ക്രിസ്മസ് ഡെക്കറേഷൻ കഴിഞ്ഞോ ഗൈസ്. ഐ എം സോ ഹാപ്പി. ഇന്ന് രാത്രി നമ്മൾക്ക് ഇവിടെ ഒരു ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ. നമ്മളുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള അജയ് ചേട്ടനും ഇൻകിയും വരുന്നുണ്ട്. അവർ നാട്ടിലേക്ക് പോവാണ്. അതുകൊണ്ട് അവർ പോണിക്ക് മുന്നേ അവർ ജസ്റ്റ് നമ്മളൊരു ക്രിസ്മസ് ഡിന്നർ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗെദറിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ റോണി റീമയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ അവർ വരണയ്ക്ക് മുന്നേ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു അതായിരുന്നു എൻ്റെ ഒരു തിരക്ക്. സോ അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഐ എം സോ ഹാപ്പി. അങ്ങനെ ഫൈനലി നമ്മുടെ ക്രിസ്മസ് ഡെക്കോർ കഴിഞ്ഞിരിക്കുകയാണ്. ഫുള്ള് വീട് ഞാൻ ഡെക്കപ്പ് ചെയ്തു. ഫുൾ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർലി ഹാളാണ് കേട്ടോ. റൂംസിലൊന്നും ഞാൻ അധികം വലിയ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് ഹാളാണല്ലോ എല്ലാവരും പെട്ടെന്ന് വരുമ്പോൾ കാണുക. അപ്പോ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ ക്രിസ്മസ് ട്രീ. ഞാൻ ചെയ്തുകൊണ്ട് പറയുമല്ലോ, പക്ഷെ നല്ല രസമുണ്ട്. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ എടുത്തത് റെഡ് ആൻഡ് ഗോൾഡ് തീമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ക്രിസ്മസ് ട്രീ എപ്പോഴും റെഡ് ആൻഡ് ഗോൾഡ് തീമാണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ഇവിടെ ഒരു റെയിൻഡിയറിനെയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എവിടെയോ പോയപ്പോഴത്തേക്ക് ഒരു കടയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് ഈ റെയിൻഡിയർ. ഞാൻ ഇനി വൈഷു വരുമ്പോൾ വൈഷുവിന്റെ റിയാക്ഷനും കൂടി എടുത്തിട്ട് ഈ വ്ളോഗ് അവസാനിപ്പിക്കും കേട്ടോ. ഇപ്പൊ റീമക്കുട്ടം വരും. നമ്മളുടെ ഇതൊക്കെ അവൾക്ക് ഡെക്കോറൊക്കെ കാണുന്നത് കാരണം കുറച്ച് അലങ്കോലപ്പണികൾ എടുക്കുകയാണ് റീമ അവിടെ വന്നിട്ട്. സെയിം കളർ ബോബിൾസ് അടുത്തടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവൾ അതൊക്കെ മാറ്റി കലബില ആക്കി തരുവാണ്. ഇവിടെയും ചില മാറ്റങ്ങളൊക്കെ വരുത്തി കുട്ടി അങ്ങടെ ഇഷ്ടപ്പെടാഞ്ഞിട്ട്. റീമ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടോ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവൾ ചേഞ്ച് ചെയ്ത കാര്യങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ഭംഗി തോന്നുന്നുണ്ട് ഈ ഒരു സ്പേസിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഒരു നേറ്റിവിറ്റി സീനിന് ഒരു റൈസ് ലൈറ്റും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ചൊരു ഭംഗിപ്പെടുത്താൻ നോക്കി. താഴത്തെ ക്യാൻഡിൽ ഹോൾഡേഴ്സിന് ഓരോ ക്യാൻഡിൽസും ഞാൻ വെച്ച് കൊടുത്ത് അതും ഫിനിഷ് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെയായി ഈ ഒരു കോർണറിൻ്റെ ലുക്ക് കേട്ടോ. ചില മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്തിയിട്ടുണ്ട്. ടേബിളിൽ ഈ ഒരു 2 ഷാർക്യൂട്ടറി ബോർഡും നടുക്ക് ആ ഒരു ലാമ്പ് ഹോൾഡറും കൂടി വെച്ച് കൊടുത്തപ്പോഴത്തേക്കും ഈ സ്പേസിനുള്ള പെർഫെക്റ്റ് ഡെക്കോറായി എന്ന് എനിക്ക് തോന്നിയിട്ടോ. ക്രിസ്മസ് ട്രീ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീ ടോപ്പറും വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് കാർഡ്ബോർഡ് ബോക്സസ് ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് അതും ട്രീന്റെ ബേസിലായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. വന്നിട്ടുണ്ട് കേട്ടോ. വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെല്ലെ ഡിന്നറൊക്കെ കഴിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഡിസംബർ എന്നുള്ള മന്ത് പെർട്ടിക്കുലർലി എനിക്ക് ഭയങ്കര ടുഗെദർനെസ്സിൻ്റെ മന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ഫ്രണ്ട്സ് ഗ്യാതറിങ്സ് ഉണ്ട്, ബർത്ത്ഡേയ്സ് വരുന്നുണ്ട്, പിന്നെ ഫാമിലി ഗ്യാതറിങ്സ് ഒക്കെയുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മന്ത്. സോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം, ഇന്നത്തെ ഒരു വ്ളോഗ്.
അപ്പോൾ വിഷിംഗ് എവ്രി വൺ എ വെരി മെരി ക്രിസ്മസ് ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. വിഷിംഗ് എവ്രി വൺ നത്തിങ് ബട്ട് ഹാപ്പിനെസ് ഡ്യൂറിങ് ദിസ് ലവ്ലി സീസൺ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.